ഹലോ ഗായ്സ്, അപ്പോൾ ദേ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ട്ടോ എടുക്കാൻ പോകുന്നത്. നമ്മളിന്ന് പാലക്കാട് പോകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഓഫീസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ സച്ചിനുണ്ട്. സച്ചിനെ ഇന്ന് തൊട്ട് ജിമ്മിൽ വന്നു കൊണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായി. അപ്പം നമ്മൾ നേരെ അണ്ണൻ്റെ കടയിലോട്ട് വിട്ടു. ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ സച്ചിനും ചായ മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ നിർത്തി. അങ്ങനെ ചായയും കുറച്ച് കടിയും കഴിച്ച് ഞാൻ ഡെയിലി കഴിക്കുന്ന പോലെ പത്തിരിയാണ് കേട്ടോ കഴിച്ചത്. സച്ചിൻ 2 വടയും സമൂസയും കഴിച്ചു കേട്ടോ. അങ്ങനെ അജിത്തേട്ടൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഫീസിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞാനും സച്ചിനും കൂടെ നമ്മുടെ ജിമ്മിലേക്ക് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂം വാങ്ങിക്കാൻ വേണ്ടി പോയി. മെറാക്കിയിലേക്കാണ് പോയത്. അവിടെ 10 മണിക്ക് തുറക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്, പക്ഷെ തുറന്നിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. കട ഓപ്പൺ അല്ല ഗൈസ്. നമ്മളിനി എന്ത് ചെയ്യും? നമ്മൾ ഈ കടയിലോട്ട് വന്നേ, മെറാക്കി. അവിടെ 100 രൂപയുടെ ടീഷർട്ടൊക്കെ കിട്ടും. അപ്പോൾ ആ ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ കട തുറന്നിട്ടില്ല. 10 മണിക്ക് കട തുറന്നു പറഞ്ഞാൽ 10 മണി കട തുറക്കുമെന്ന് പറഞ്ഞ്, പക്ഷെ തുറന്നിട്ടില്ല. അപ്പം നമ്മൾ ആ ചേട്ടനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഒരാൾ ലീവാണ്, അതുകൊണ്ടിട്ട് ആ ചേട്ടൻ 2 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഷോപ്പിൽ ചേട്ടൻ വന്നു. ഷോപ്പൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓപ്പൺ ആക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി. സ്റ്റുഡിയോ ഒക്കെ വരുന്നതിന് മുന്നേ ആ സ്ഥിരം എടുക്കുന്നത് ഇവിടെ നിന്നാണ് ഗൈസ്. നല്ല കളക്ഷനുള്ളൊരു കടയാണ്. നമ്മുടെ തമ്മനത്താട്ടോ ലൊക്കേഷൻ വരുന്നത്. പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ വീട്ടിലിടാൻ പറ്റിയ ഒരുപാട് 100 രൂപയ്ക്ക് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സാധനങ്ങൾ മീൻസ് ടീഷർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഒരുപാട് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണ്ട്. നല്ല കളക്ഷനുണ്ട് ഗൈസ്. അപ്പം നമുക്ക് സച്ചിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ടീഷർട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവന് ബ്ലാക്ക് മതി എന്ന് പറഞ്ഞു. എല്ലാത്തിൻ്റെയും മീനിങ് ഒക്കെ നോക്കിയെടുക്കണമെന്നാട്ടോ പറഞ്ഞത്. അങ്ങനെ നമ്മളിപ്പോൾ ബ്ലാക്ക് ടീഷർട്ടാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഞാനും തപ്പുന്നുണ്ട്, അവനും തപ്പുന്നുണ്ട്. ആ ഗ്രില്ലിൽ മൊത്തം 100 രൂപയുടെ ടീഷർട്ടാട്ടോ കിടക്കുന്നത്. നമുക്കാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയാവും. 100 രൂപക്ക് എന്തോരം വേണമെങ്കിലും എടുക്കാമല്ലോ. ചെറിയ ചെറിയ പ്രിൻറ്റിൻ്റെ ഡാമേജൊക്കെ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ട്രാക്ക് സ്യൂട്ടും കാര്യങ്ങളും ടീഷർട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എനിക്കും ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പാപ്പൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ്. പാപ്പൻ അവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പം ഞാനും പാപ്പൻ്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ സച്ചിൻ തന്നെയാണ് എന്നെ തിരിച്ചു കൊണ്ടേ ആക്കി തരുന്നത്. ഓഫീസ് വരുന്നത് നമ്മുടെ ഇളംകുളത്താട്ടോ. അപ്പോൾ നമ്മൾ ഓഫീസിൻ്റെ താഴെ എത്തിയത് നമ്മൾ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് എറണാകുളത്തേക്കൊക്കെ വരുള്ളൂ. ഇവരെയൊക്കെ കാണണമെങ്കിൽ തന്നെ ഇനിയിപ്പോൾ 2 ദിവസം കഴിയണം. റംസാൻ കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ വീട്ടിലോട്ട് പോകുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് കയറി മേലെ പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ടൈം 1-1:30 ആയിട്ടുണ്ട്. നമുക്ക് ഇത് ചോറ് കഴിക്കാനുള്ള സമയമാണ് ഗൈസ്. ചോറിൻ്റെ കൂടെ മുട്ട വറുത്തത്, സാമ്പാർ, മീൻകറി, ചെമ്മീൻ വറുത്തത് എല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമുക്ക് ആസ്വദിച്ച് ആ ഫുഡൊക്കെ കഴിക്കാം. നമുക്ക് ഏകദേശം ഒരു 2 മണി 2:15 ആകുമ്പോഴത്തേക്കും ഇറങ്ങേണ്ടതാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് കുറച്ച് ഫുഡ് നല്ലതായിട്ട് ആസ്വദിച്ച് കഴിക്കാം. മുട്ട താറാവ് മുട്ടയാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ കഴിക്കത്തില്ല. താറാവ് മുട്ട ഞാൻ കഴിക്കത്തില്ല, ഉള്ളി കോഴിമുട്ട. അതുകൊണ്ടിട്ട് ആ മുട്ട വറുത്തത് ഫുള്ളായി തന്നെ കൊടുത്തു. പിന്നെ ചെമ്മീൻ വറുത്തത് ഒരെണ്ണമൊക്കെ വെച്ചേക്ക് എടുത്തോളൂ. ഞാൻ പിന്നെ സാമ്പാറും മീൻകറിയും കൂട്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഞാനങ്ങ് കഴിച്ചു. പിന്നെ എനിക്ക് സാമ്പാർ കിട്ടിയാൽ തന്നെ ഞാൻ കുറേ ചോറുണ്ണും ഗൈസ്. കാരണം സാമ്പാർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. സാമ്പാർ ഇഷ്ടമുള്ളത് എത്ര പേരുണ്ട് ഗൈസ്? ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് സാമ്പാർ അങ്ങനെ പൊതുവെ ആർക്കും ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സിസ്റ്ററില്ലേ പാറു, അവൾക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെയാണെങ്കിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ മീൻകറിയൊക്കെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇതാ ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഓട്ടോയ്ക്കാണ് കേട്ടോ പോകേണ്ടത്. അപ്പോൾ ഓട്ടോ പിടിക്കണം. ഏകദേശം ഒരു 2:15 ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി നേരെ താഴേക്ക് പോയിട്ട് താഴെ നിന്ന് കുറച്ച് നടക്കുമ്പോഴത്തേക്കും ഓട്ടോ കിട്ടും ഗൈസ്. അങ്ങനെ നമുക്ക് ഓട്ടോ കിട്ടി, ഓട്ടോയിൽ കയറി കേട്ടോ. അപ്പോൾ നമുക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആട്ടോ പോകേണ്ടത്. നമുക്കൊരു 2:45 ട്രെയിൻ ഉള്ളത്. നമ്മുടെ ലോക്കൽ ട്രെയിൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് പറളയിൽ ചെന്നിറങ്ങാം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിൽ പോയി ഇറങ്ങി. എന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. അവിടെ കുറേ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ തന്നെ പാവം തോന്നി. വിശക്കുന്നുണ്ട് തോന്നണോ, ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. കാരണം ഏകദേശം ട്രെയിൻ എടുക്കേണ്ട സമയമായി. കാരണം എന്താ, നമുക്ക് സീറ്റ് പിടിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെ നമ്മൾ കുറച്ച് വേഗം സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് നമ്മളെ സത്യം പറഞ്ഞത്. എന്നത്തെയും പോലത്തെ ലോക്കൽ ട്രെയിൻ അല്ല ഗൈസ്, ഇത് വേറെ ലോക്കൽ ട്രെയിൻ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഒരു ലേസും വെള്ളവും കൂടെ മേടിച്ചിട്ട് നമ്മൾ കയറി കേട്ടോ. കയറിയപ്പോൾ ഒടുക്കത്തെ തിരക്ക്. പിന്നെ വരുന്ന സ്റ്റേഷനിലൊക്കെ നിർത്തുമ്പോഴൊക്കെ ഓരോ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല ഗൈസ്. ഞങ്ങളങ്ങനെ കുത്തനെ തന്നെ നിന്നു. ഇത് കണ്ടോ, നിറയെ കൈകൾ മാത്രം കാണാം. അപ്പോൾ നമ്മളവിടെ നിന്ന് മുരടിച്ചപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ലേസ് കഴിച്ചു. പിന്നെ ഈ ട്രെയിൻ യാത്രകളൊക്കെ അറിയാമല്ലോ, കാണാൻ നല്ല സുന്ദരമായ കാഴ്ചകളാണ്. ദേ കണ്ടോ ഗൈസ്, ഇത് ഓരോ വയലാണ്. വയൽ ഉഴുതു മറിച്ചിട്ടേക്കുവാട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ ഷൊർണൂർ പാലം. ഈ പുഴ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ അപ്പുറത്തെ സൈഡ് കാണാനായിരുന്നു ഗൈസ് ഭംഗി. ട്രെയിനിലിരിക്കാൻ പറ്റാണ്ട് ദുഃഖിച്ചിരിക്കുകയാണ് ഗൈസ് ഞാൻ. അങ്ങനെ കുറച്ച് കാഴ്ചകളും കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് അവിടെ നിലത്തിരുന്നു ഗൈസ്. അങ്ങനെ ഇനി കുറച്ച് ദൂരവും കൂടി ഉള്ളൂ നമുക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എത്തുമ്പോൾ ഞാൻ ചാടി ഇറങ്ങുന്നുണ്ട്. എനിക്ക് പൊക്കം കുറവായതുകൊണ്ട് ഭയങ്കര പാടാട്ടോ ഇതിൽ നിന്ന് ഇറങ്ങാൻ. ഇനി നമുക്ക് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് കയറണം. അപ്പോൾ അവിടെ നിന്നൊരു വഴിയുണ്ട്, അത് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അതിന് മുന്നേ നമുക്കൊരു കുമ്മട്ടിയും കൂടെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. എനിക്ക് വീട്ടിൽ പോയിട്ട് പാലും കുമ്മട്ടിയും കൂടി ഇട്ട് അടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും കുടിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യൂ. ഇപ്പം ഞങ്ങൾ ആ വഴി കൂടെ നടക്കുകയാണ്. അപ്പം ഞാൻ ഓരോ ഫ്ലവറൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. കൂടുതലും ഇപ്പോൾ പാലക്കാട് ഏരിയയിലോട്ട് കുറച്ച് വെറൈറ്റി പൂക്കളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടൊക്കെ നടന്നൊക്കെ ഇങ്ങനെ വരുന്ന വഴിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുമ്മട്ടിങ്ങ മേടിക്കാൻ വേണ്ടി പോയി. 1 kg, അതായത് 1 kg 15 രൂപ. അങ്ങനെ നമ്മൾ എത്രയോ kgയുടെ വാങ്ങിച്ച് 80 രൂപയോളം ആയിട്ടോ. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവർ കവർ തന്നായിരുന്നു, പക്ഷേ ആ കവർ പൊട്ടിപ്പോകുന്നത് കയ്യിലാണ് പിടിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിൽ സ്റ്റോപ്പിലെത്തി. ബസ്സിൽ കയറുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഗൈസ്. അങ്ങനെ നമ്മുടെ പട്ടിക്കുട്ടൻ നമ്മളെ കണ്ടപ്പോൾ ചാടിക്കളിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ പെറ്റ്സ് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മളോട് കാണിക്കുന്ന സ്നേഹം ആരും വിട്ടുകളയരുത് ഗൈസ്. നല്ല സ്നേഹമാണ് കാണിക്കുന്നത്. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ പട്ടിക്കുട്ടനെ കാണുന്നത്. അപ്പോൾ ആ പട്ടിക്കുട്ടൻ്റെ സന്തോഷം നമ്മുടെ സന്തോഷം കൂടിയപ്പോൾ എല്ലാം നല്ല സന്തോഷമായി ഗൈസ്. പട്ടിക്കുട്ടൻ്റെ സന്തോഷമായപ്പോൾ അജിത്തേട്ടൻ പോയി പുന്നരിപ്പിച്ച് അജിത്തേട്ടന് 2 മാന്തം കിട്ടി. അങ്ങനെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. കടിച്ചു ഗൈസ്. എവിടെയാ കാണുന്നില്ല. ഗൈസ് ഇതാണ് നമ്മുടെ റോക്കി അല്ല, ഇതിന്റെ പേരെന്തായിരുന്നു? പോപ്പി. ഞാനിട്ട പേരാണ് ഗൈസ്, പോപ്പി. നമ്മൾ അതിനെ അങ്ങനെ കളിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി തണ്ണിമത്തൻ ഉണ്ടാക്കാം ഗൈസ്. നല്ല ദാഹമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തണ്ണിമത്തൻ റെഡിയാക്കാം. അങ്ങനെ നമ്മൾ തണ്ണിമത്തൻ മുറിച്ച് നല്ല പീസാക്കി. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കണ കണ്ടപ്പോഴത്തേക്ക് അച്ഛനിങ്ങനെ വന്നിട്ട് ചോദിക്കുക എന്താണ് വീഡിയോ എടുക്കണേന്നൊക്കെ. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ ഇപ്പോൾ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മ ജോലിക്ക് പോയിട്ടുണ്ട്. ജോലിക്ക് പോയി തിരിച്ച് വരുമ്പോൾ ഏകദേശം ഒരു 7:30 സമയമൊക്കെ, ഇപ്പോൾ 7:15 ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ അമ്മ വരും. അപ്പോൾ അമ്മക്കും കൂടെ വീട്ടിലെല്ലാവർക്കും കൂടെ നമ്മൾക്ക് ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പണിയില്ല ഗൈസ്. ആദ്യം തണ്ണിമത്തൻ നന്നായിട്ട് മുറിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഇങ്ങനെ കുഞ്ഞുകുഞ്ഞായിട്ട് മുറിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ചെത്തിയിടുക. അത് കഴിഞ്ഞതിന് ശേഷം പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷമാണ് നമുക്ക് മിക്സി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തണ്ണിമത്തൻ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പാലും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം ഗൈസ്. സംഭവം എന്താണെന്ന് വെച്ചാൽ പാലിൻ്റെയും നമ്മുടെ തണ്ണിമത്തൻ്റെയും ടേസ്റ്റ് ഒരേപോലെ നിൽക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാ വെള്ളം ഒഴിച്ചടിക്കില്ലേ തണ്ണിമത്തൻ ജ്യൂസ്, അതേപോലെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ പാൽ ഇതിനേക്കാളും കുറച്ച് കൂടുതൽ എടുക്കണേ. ഞങ്ങൾ ഇത്രേ ഒഴിച്ചുള്ളൂ, പക്ഷേ ടേസ്റ്റ് മറ്റേ സാധാ തണ്ണിമത്തൻ ജ്യൂസ് പോലെ തന്നെ ഇരുന്ന് വെച്ചു. അതുകൊണ്ടിട്ട് ഞങ്ങൾ വീണ്ടും പാലൊഴിച്ചായിരുന്നു. പിന്നെ നമുക്ക് വീണ്ടും പഞ്ചസാര ഇടണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തണ്ണിമത്തലിനാണ് പഞ്ചസാര ഇട്ടത്. അപ്പോൾ പാലും കൂടി ഒഴിക്കുമ്പോഴത്തേക്കും പഞ്ചസാര ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും ഗൈസ്. അങ്ങനെ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുടിച്ച് നോക്കാം. ക്ഷീണക്കൂട്ടിയും വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്ന് ഓരോ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കും ഗൈസ്. എന്നിട്ട് ഇവർക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ എറണാകുളത്ത് ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഇവിടെ ഉണ്ടാക്കാറില്ല. അങ്ങനെ നമ്മൾ തണുത്ത ജ്യൂസ് കുടിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ആ സമയത്ത് നമ്മൾ ട്രെയിനിലൊക്കെ ക്ഷീണിച്ച് വന്നതല്ലേ. ഒന്നാമത് എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലാത്ത കാര്യമാണ് ട്രെയിനിൽ. അപ്പം നമ്മൾ ക്ഷീണിച്ച് ഫുള്ള് നിൽക്കലായിരുന്നല്ലോ. അങ്ങനെ നിന്ന് വന്നുകൊണ്ട് നല്ല ജ്യൂസ് കുടിച്ചപ്പോൾ എനിക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അമ്മയും കുടിച്ചു, അച്ഛനും കുടിച്ചു, അജിത്തേട്ടനും കുടിച്ചു, എല്ലാവരും കുടിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇത്രയും വീഡിയോ എടുക്കുന്നുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഓക്കെ, ബൈ.